എങ്ങനെയാണ് ഈ ഭാഗത്ത് പോകുന്നത്? നിലവിൽ ഇപ്പോൾ ഊർജിതമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഈ ഇൻസൈഡ് നമ്മളിപ്പോൾ നിൽക്കുന്നിടക്കുന്ന 15 മീറ്റേഴ്സ് മുകളിലാണ് ഈ ഉരുൾ പൊട്ടിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ 3 കോളം ടീംസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ ഇന്നലെ മുതലേ ആക്റ്റീവ് ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ 3 കോളം ടീം പല പല സൈഡിലായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഏരിയ ഫുൾ നമ്മളിപ്പോൾ റിക്കവർ ചെയ്തത്. നമുക്കിപ്പോൾ 2 ഡെഡ് ബോഡീസ് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നിലവിൽ എത്ര ടീം ആണ് നമ്മോടൊപ്പം ഉള്ളത്? നിലവിൽ ഇപ്പോൾ ഞങ്ങൾ 122 ഇൻഫൻട്രി ബറ്റാലിയൻ ടിയെ കോഴിക്കോട് നിന്ന് വന്നതാണ്. ഇവിടെയുള്ള കേണൽ വിശ്വനാഥ് സാബിന്റെ നേതൃത്വത്തിലുള്ള 40 അംഗ ടീമാണ് ഇവിടെ റെസ്ക്യൂ ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ വന്നിരുന്നു. രാവിലെ അവിടെ 2 ഡെഡ് ബോഡി കിട്ടിയിരുന്നു. അതിനുശേഷം അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇന്നലെ ഈ സൈഡിലുള്ള ആൾക്കാരെ മൊത്തം ഞങ്ങൾ ഒഴിപ്പിച്ച് ഇതിന്റെ മുകളിൽ ഒരു 3 വാലി റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ നിർത്തി അവിടുന്ന് ഞങ്ങൾ അവരെ വൈറോഡ് റെസ്ക്യൂ അവിടുന്ന് രക്ഷപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ബോഡി ഉള്ളതായി കരുതുന്നുണ്ട് സാർ? ഇനിയിപ്പോൾ ബോഡി ഉണ്ട് എന്നാണ് വീട്ടിന്റെ അടിയിൽ, ഇതിന്റെ അടിയിൽ ബോഡി ഉണ്ട് എന്നൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഈ ടെറൈൻ റെസ്ക്യൂ മിഷന് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ടെറൈൻ തന്നെയാണോ സാർ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടെറൈൻ ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഭയങ്കര കുത്തൊഴുക്കായിരുന്നു. ഇന്നലെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇന്നാണ് നമ്മുടെ റെസ്ക്യൂ ടീം താഴോട്ട് കാണുന്നത്, ക്യാമറ കാണാം. അത് ഫുള്ള് നമ്മുടെ റെസ്ക്യൂ ടീമാണ്, 122ന്റെ റെസ്ക്യൂ ടീമാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ നാട്ടുകാർ പറയുന്നത് ഇവിടെ ശക്തമായ വെള്ളം ഇന്നും വരാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ഞങ്ങളുടെ സാവാണ്, എക്സ് സുബേദാർ മേജർ വിജയൻ സാവാണ്. 122ാം പ്രാദേശിക സേനയുടെ എക്സ് സുബേദാർ മേജർ ആയിരുന്നു ഞാൻ. എന്റെ ബറ്റാലിയനാണിത്. ഇതിപ്പോ അവര് ഇങ്ങനെ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ചേർന്നിട്ടാണ് ഞാനിപ്പോ ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ 60 ജവാൻ ആ ബറ്റാലിയനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ടോപ്പില് 122ാം പ്രാദേശിക സേനയുടെ ജവാന്മാരാണ് നമ്മൾ കിട്ടുന്ന ഡെഡ് ബോഡി. ഇപ്പോൾ 3 കിട്ടി താഴെ കൊണ്ടുപോയി കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വീടുകൾക്കുള്ളിലൊക്കെ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് കരുതുന്നുണ്ടല്ലേ? ഇവിടെ ഫസ്റ്റില് വീടുകളിൽ കുടുങ്ങിക്കിടക്കാനാണ് സാധ്യത. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ വീടിനകത്ത് ഉള്ളത് ഇല്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആർക്കും കിട്ടിയിട്ടില്ല. എവിടുന്നൊക്കെ ഇനിയിപ്പോ ടോട്ടലായിട്ട് അവരുടെ ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ പറ്റൂല. അതൊക്കെ ഇനി കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് വേണം പറയാൻ. രാഹുൽ, ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കണം. നിലവിലിപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലമാണ് ഇവിടുത്തെ